We thank you for this time, this blessed time that God has given today. Revival Fire Global Ministries Revival Fire Global Ministry. മൂന്നാമത്തെ ഫാസ്റ്റിംഗ് പ്രയറിന്റെ അകത്ത് നമുക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ വിലയേറിയ കൃപയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. The day of third God made us to accomplish today. We thank God for that. എത്ര പേർ സന്തോഷത്തോടെ ആയിരിക്കുന്നു? You are all happy today? കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. May the presence of God you are sitting, you are always joyful. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. God is having the purpose about you. എന്തിനാണ് ഈ 3 ദിവസവും മീറ്റിംഗ് നടത്തപ്പെട്ടത്? How we conducted the 3 days of meeting. നമ്മുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന ദൈവമക്കളെ ദൈവം കടാക്ഷിക്കാതിരിക്കുമോ? We are left all our work and seated in the presence of the Lord. നിശ്ചയമായും നിനക്ക് പൂർണ്ണ പ്രതിഫലമുണ്ട്. God is going to bless you. നിശ്ചയമായും നിനക്ക് പൂർണ്ണ പ്രതിഫലമുണ്ട്. God is going to accomplish what you are seeking for. ദൈവത്തിന് ആവശ്യമുള്ളതിനെ ഇതിന്റെ അകത്ത് കൊണ്ടുവരുവാൻ ദൈവത്തിന് അറിയാം. God who God chosen, that is what the Lord has brought you all your. ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്, നാം അവനെ തിരഞ്ഞെടുത്തതല്ല. We are not chosen him, God has chosen us today. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് ദൈവം ചില പരിഹാരങ്ങൾ ഒരുക്കാൻ പോകുന്നു. You are believing and praying in the name of Jesus, in the name of the Lord. God is going to accomplish your request. അതിരാവിലെ എഴുന്നേറ്റ് the morning we got up, ആഹാരമൊക്കെ പാകം ചെയ്ത് we prepared everything and came. എന്നിട്ടല്ലേ 3 ദിവസം വരാൻ പറ്റത്തുള്ളൂ. Then only we all came here. ഒരു സഹോദരിയെ സംബന്ധിച്ച് include one year pertaining to one sister. അതിരാവിലെ എഴുന്നേറ്റാലേ ഈ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യാൻ കഴിയുള്ളൂ. She get up in the early morning, then only she can do all and come here. ദൈവാത്മാവ് നിയോഗിച്ചതനുസരിച്ച് as per the God calling, God will. 3 ദിവസവും ഈ മീറ്റിംഗിന്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന മക്കൾ ഒന്ന് കരം ഉയർത്തിയാട്ടെ. 3 ദിവസവും ഈ മീറ്റിംഗിന്റെ അകത്ത് ഞാൻ വന്നു എന്നുള്ളത്. Knowing that 3 days fasting, all attended here, please lift your hand. കരങ്ങൾ ഉയർത്തിയാട്ടെ. Lift up your hand to the presence of the Lord. Okay. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. We are praying in one accord. ഈ കരങ്ങളെ സ്വർഗ്ഗം കാണുന്നുണ്ട്. The Lord is from the heavenly realm. God is looking into your hand this moment. സകല കാര്യാദികളും മാറ്റിവെച്ച് all you kept aside, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന ഈ 3 ദിവസം you came in the presence of God. You are seated in the presence of God. ഇവരുടെ ജീവിതത്തിൽ something is going to great മറക്കാനാകാത്ത ഒരു അനുഭവമായി മാറട്ടെ. Something great thing is going to happen in അസാധാരണമായ തേജസ്സിന്റെ ഇവരുടെ മേൽ is going to take place in your life. ദൈവത്തിന്റെ കരം ഇവരുടെ കൂടെ ഇരിക്കട്ടെ. The Lord's hand is upon you. It is following you. നിന്റെ അധ്വാന ഫലം നീ തിന്നും. Whatever you have done, നീ ഭാഗ്യവാൻ. You are going to receive it. നിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടും. You are going to receive that blessing today. ഈ ആലയത്തിന്റെ അകത്തായിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഒന്ന് കരങ്ങൾ ഉയർത്തി. Seated in the presence of the Lord. എല്ലാവരും in the church. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ മേലും ആ അഭിഷേകത്തിന്റെ തലം, അനുഗ്രഹത്തിന്റെ തലം തുറക്കുകയാണ്. Holy Spirit intervening and saying that such a blessing and is coming upon you. The anointing is coming upon you. ഏത് വിഷയത്തിന്റെ നടുവിലാണോ നീ ഭാരപ്പെട്ട് ഇതിന്റെ അകത്ത് ഇരിക്കുന്നത്? Whatever the situation, what is the reason you are struggling today? ആ വിഷയത്തിന്റെ അകത്ത് പരിഹാരവുമായി നീ മടങ്ങുക. Same problem, you are going to receive the blessing. You are going to have the success. You are going to proceed with the passing through. ഏത് വിഷയമാണ് നിന്റെ കണ്ണുനീരിന് കാരണമായത്? Whatever the problems you are pouring your tears today, ആ വിഷയത്തിന്റെ അകത്ത് പരിഹാരം. the same problem. Yes. Yes. Hallelujah. 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 എത്ര പേർ വിശ്വസിക്കുന്നു? Who are believing here? വിശ്വസിക്കുന്ന കരങ്ങളെ ഒന്ന് അടിച്ചാട്ടെ. Clap your hand and praise the Lord. Amen. Amen. ദൈവാത്മാവ് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മോട് പ്രവചന ശബ്ദമായി പറഞ്ഞു. The Lord spoke with us last month. ഞാനും സിസ്റ്ററും, me and sisters Pavitra, ഒരേ സദസ്സിൽ ഒരേ സ്റ്റേജിൽ the same stage, നിൽക്കുന്നത് ദൈവാത്മാവാണ്. we are going to stand in the same pulpit. God spoke to us. God revealed that. കഴിഞ്ഞ വട്ടം ഞാൻ വിചാരിച്ചു ബാംഗ്ലൂരിലേക്ക് ഞാൻ പോകാം. Last time I was thinking that I will go to Bangalore. കർത്താവ് എന്താ നിയോഗം? You know what's God's plan?
എനിക്ക് പറ്റിയില്ല കേട്ടോ. I couldn't go. വെക്കേഷന് ഞാൻ ഒരുങ്ങി. I prepared to go there during the vacation. റെയിൽവേ ടിക്കറ്റ് ഒക്കെ നോക്കിയപ്പോഴേ ഇച്ചിരി ഫ്ലൈറ്റ് Even നോക്കിയപ്പോൾ I was searching for the ticket. വെക്കേഷൻ ടൈമിൽ ഇച്ചിരി തിരക്കാണല്ലോ. Even during the holidays, it will be comfortable to go there. ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. I didn't get the ticket, so ഞാൻ I കർത്താവിനോട് ചോദിച്ചു, I asked the Lord. കർത്താവേ ബാംഗ്ലൂർ പട്ടണത്തെ എന്റെ അടുത്ത് അയക്കണം. I told the Lord, you send the Bangalore city. ബാംഗ്ലൂർ പട്ടണത്തിൽ എനിക്ക് പോകാൻ പറ്റിയില്ലേ. I couldn't go to the Bangalore city. ഞാൻ അപ്പനോട് നിലവിളിക്കാൻ തുടങ്ങി. You bring the city here. കർത്താവേ ബാംഗ്ലൂരിൽ ഒരു ദർശനം എനിക്ക് തന്നിട്ടുണ്ട്. Lord, you have given the visions for Bangalore. ബാംഗ്ലൂരിനെ എന്നെ ആവശ്യപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. Lord, I know that Bangalore is requiring me. കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ പറ്റി. I couldn't go last time. പക്ഷേ ഈ വർഷം 2025 എനിക്ക് പോകാൻ പറ്റിയില്ല. Even 2026 I couldn't go to ഞാൻ Bangalore. കർത്താവിനോട് ചോദിച്ചു. I asked the Lord. ആ റിസൾട്ട് വന്നു. He said, ആ റിസൾട്ട് വന്നു. I will നീ receive എന്ത് കർത്താവിനോട് ചോദിക്കുന്നു, whatever you ask in the name of അത് Jesus, നിന്റെ അടുക്കൽ വരും. you will receive it. കർത്താവ് എന്നോട് പറഞ്ഞൊരു പ്രോഫസിയാണ്. The Lord told me. രാജ്യം എന്റെ അടുത്ത് വരും. രാജ്യം എന്റെ അടുത്ത് വരുമെന്ന്. ഒരിക്കൽ ഞാൻ The city will come to you. ഇത് കേട്ടാ ഞാൻ എന്ത് പ്രോഫസി ഇട്ടാലും വിശ്വസിക്കുന്ന ഒരാളാണ്. Whatever the prophecy I believe in. നിങ്ങൾക്കറിയാം പാലോട് വില്ലേജിന്റെ അകത്ത് ആ കാട്ടിന്റെ അകത്താണ് എന്റെ വീട്. Palod village. My house is in the forest. എന്നെ തേടി ആ രാജ്യത്തിന്റെ ആള് എങ്ങനെ വരാനാ? How can they come searching for me? കർത്താവേ നിന്റെ പദ്ധതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. Lord, I don't know your ഞാൻ എങ്ങനെ രാജ്യത്തിലുള്ള അഭിഷിക്തനെ കാണും? ഞാൻ എങ്ങനെ ആ പാസ്റ്ററിനെ കാണും? How can I see that pastor? ഞാന് അദ്ദേഹം പറഞ്ഞപ്പോ പ്രവചിച്ചപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യം, ആഫ്രിക്കൻ മിഷണറി വരാൻ പോവാ. When the person told that Africa ministry is going to come to you. ദൈവാത്മാവ് പറഞ്ഞതുപോലെ What the Lord told, the Holy Spirit told, the same month. എന്നെ അറിയാവുന്ന ഒരു അഭിഷിക്തൻ, without me knowing, the one pastor. ട്രിവാൻഡ്രം പട്ടണത്തിൽ മീറ്റിംഗിന് വേണ്ടി തയ്യാറായി കോൺഫറൻസിന്, ഹോളി സ്പിരിറ്റിന്റെ കോൺഫറൻസിന് വന്നപ്പോ He told that when he had come to the conference, ആഫ്രിക്കൻ മിഷണറി എന്റെ വീട്ടിൽ കൊണ്ടു. get ready for the African ministry. തുറന്നപ്പോ ഒരു അഭിഷിക്തനുണ്ട്, ആഫ്രിക്കൻ മിഷണറി ഉണ്ട്. ഞാൻ ഉടനെ ഹസ്ബൻഡിനെ വിളിച്ചു, അയ്യോ ആഫ്രിക്കൻ മിഷണറി വന്നു, ഒന്നും കൊടുക്കാനില്ല, കരുതാനൊന്നും പറ്റിയില്ല കേട്ടോ. 5 മിനിറ്റ് 10 മിനിറ്റ് അവിടെ നിന്നോളൂ. അദ്ദേഹം വളരെ African ministry is calling for you. When they told that, I told my husband how it is possible. പെട്ടെന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. So many called. ഞാൻ സർപ്രൈസ് ആയി നിൽക്കുകയാണ്. I was surprised. അതിന്റെ അകത്ത് നിൽക്കുമ്പോ അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, എനിക്ക് അത്രയ്ക്കൊന്നും മനസ്സിലായില്ല. Whatever they told in English, I couldn't understand much. അടുത്ത് നിൽക്കുന്ന പാസ്റ്റർ ചോദിച്ചു, എന്താ പറയുന്നത്, എന്നെ കുറിച്ച് എന്താ പറയുന്നത്, എനിക്ക് അറിയത്തില്ല, എന്റെ ദൈവം എന്റെ വീട്ടിലെ ഈ മനുഷ്യനെ കൊണ്ടുവന്നു. I didn't understand. എനിക്ക് മനസ്സിലായില്ല. I couldn't എന്റെ understand. അപ്പൻ എന്നോടുള്ള സ്നേഹം. My father is telling. അദ്ദേഹം എന്നോട് പറഞ്ഞ പ്രവചന ശബ്ദം ഞാൻ ഈ സമയത്തിൽ ഈ മണിക്കൂറിൽ പ്രഖ്യാപിക്കുന്നു. When he told that the Lord spoke through him, and I heard that voice, I understood. ഇന്ത്യ നിന്റെ മുമ്പിൽ ചെറുതാണ്. India is before you small. ഇന്ത്യ എന്റെ മുമ്പിൽ ചെറുതാണെന്ന് പറയാൻ ആഫ്രിക്കയിൽ നിന്ന് ഒരു അഭിഷിക്ത എന്റെ വീട്ടിൽ വന്നെങ്കിൽ from Africa, പട്ടണത്തിനകത്ത് ഒതുങ്ങാനല്ല, രാജ്യങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടി ചിലവിനെ പുറത്തെടുക്കാൻ പരിശുദ്ധങ്ങൾ ചിലവിനെ മേൽ അഭിഷേകം ചെയ്യുകയാണ്. The Lord is choosing you all. Nation to nation, receive that blessing today. പവിത്ര സിസ്റ്റർ മാത്രം പ്രസംഗിച്ചാൽ മതിയോ? Only Pavitra sister is enough to prophesy or preach. എനിക്ക് എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ? Only one can sit here. ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, I asked the Lord said, ഞാൻ എവിടെ പോയാലും എന്റെ സൈന്യം എന്നെ കാണും. wherever I go, my presence will come with you. ഞാൻ എവിടെ പോയാലും എന്റെ കൂട്ടത്തിലുള്ള ചിലർ ഇതിന്റെ അകത്ത് സൂക്ഷിക്കാൻ കാണുമെന്ന്. ഞാൻ ഒരു കാര്യം പറയാം, someone from this church, അബ്രഹാമിന്റെ അനുഗ്രഹം വെളിപ്പെട്ട അങ്ങനെ ഇരിക്കും. whatever the being the Abraham, the same way. എനിക്കിപ്പോൾ എന്റെ അഭിഷിക്തനെ ഓർക്കാതിരിക്കാൻ കഴിയത്തില്ല. I cannot without him. I cannot do anything. I cannot remember anything without him. കാരണം അദ്ദേഹം എനിക്ക് ഫുൾ സപ്പോർട്ടാണ്.
ഇവിടെ എന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിലും എനിക്ക് അസാധാരണമായി സപ്പോർട്ട് തരാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അദ്ദേഹം എന്നെ മിനിസ്ട്രിക്ക് വിടുന്നത് കൊണ്ടാണ് ഞാൻ വരുന്നത്. He is always very supportive for me. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുക്കൽ എത്താൻ കഴിയില്ല. I cannot see anything without. ഞാൻ എന്ത് ചോദിച്ചാൽ 3 ദിവസം പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഓക്കെ നീ പൊക്കോ, ദൈവരാജ്യത്തിന് വേണ്ടി Whatever I ask, if I want to go to presence of God for 3 days, He is allowing me go. എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന ഒരു അഭിഷിക്തൻ എനിക്ക് ഉണ്ടായിരുന്നു. Everything is setting me such apostles. നിങ്ങളെ കുറിച്ച് അതിയായ ദാഹം അദ്ദേഹത്തിനുണ്ട്. He is having so much of thirst about this ministry, this church, you and your family. പരസ്യത്തിൽ കാണുന്നവരെക്കാൾ Invisible, whatever you see in the invisible. ആ പുറകില് രഹസ്യത്തിൽ ഇരിക്കുന്ന ചിലർ എന്നെ കൈത്താങ്ങുന്നവർ, എനിക്ക് ചുമതല തരുന്നവർ, എന്നെ മുമ്പോട്ട് നയിക്കാൻ വഴി തുറന്നു തരുന്ന, വെട്ടി തുറന്നു തരുന്ന ചിലർ ഇതിന്റെ അകത്ത് മറങ്ങിയിരിപ്പുണ്ട്. അത് സഹോദരന്മാരുണ്ട്, അത് സഹോദരിമാരുണ്ട്, അതൊരു സൈന്യമായിട്ട് മറങ്ങിയിരിപ്പുണ്ട്. Build the kingdom of God. ഒരു ദൈവത്തിന്റെ അഭിഷിക്തനെ നീ സഹായിക്കാൻ തുടങ്ങുക. You support the reverend and apostles. ദൈവം നിന്റെ വഴി തുറക്കായിരിക്കും. God will know. ഏറ്റവും അധികം കർത്താവിന് ഇഷ്ടമുള്ള പരിപാടിയാ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെയും ദൈവരാജ്യത്തെ പണിയുന്നതിന് കൂടായിരിക്കും. Such a blessing that the apostle and reverend building the kingdom of God. ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ കയറാൻ പറ്റിയ ആളാണ്. When we enter the Boaz, the field of Boaz, ഒരു കഴിവില്ല. I didn't had any പാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു എന്ന് ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. If I am preaching from here, don't mistake me. Hallelujah. Hallelujah. കർത്താവ് എന്നെ വാസ്തവമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ God knows me. That's the reason I am standing here, preaching here. വേഗത്തിൽ നമുക്ക് വേദഭാഗത്തിലേക്ക് കടന്നു വരാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം. Ruth. പെട്ടെന്ന് എടുത്ത് വായിച്ച് നമ്മുടെ മുമ്പിൽ സമയം വളരെയധികം വേഗത്തിൽ ഓടുന്നുണ്ട്. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം. Ruth chapter 2 and 15 verse. അവൾ പെരുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തന്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെരുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. പെരുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. കർത്താവേ, ഞാൻ എന്ത് ഈ ജനത്തോട് പറയുന്നു? Lord, what I want to say. കർത്താവ് പറഞ്ഞു 2026 ഫേവറിന്റെ വർഷമാണെന്ന് പറഞ്ഞേക്കെ. God told me that 2020 നീ വിതയ്ക്കാത്തത് കൊയ്യുന്ന വർഷം. നീ വിതയ്ക്കാത്തത് കൊയ്യുന്ന വർഷം. You are not sowing, but you are going to. നീ ചിന്തിക്കാത്തെടുത്തത് വഴി തുറക്കുന്ന വർഷം. Whatever you are not believing, കൊടുങ്കാറ്റടിച്ചോട്ടെ, കൊടുങ്കാറ്റടിച്ചോട്ടെ, even the storms come, പെരുവെള്ളം വന്നോട്ടെ, when the rain comes, മരണ നദി ഒഴുകിക്കോട്ടെ, whatever is happening, നിന്നെ തൊടത്തില്ല. കരകൾ അടിച്ചത് ദൈവത്തെ സ്തുതിക്ക്. നിന്നെ തൊടത്തില്ല, നിന്നെ തൊടത്തില്ല, നിന്നെ തൊടാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തീ പിടിച്ചാലുണ്ടല്ലോ, the fire comes, നീ ആള് മാറും, നീ ആള് മാറും, നിന്റെ രീതി മാറും, നിന്റെ സിറ്റുവേഷൻ മാറും, നിന്റെ ചരിത്രം മാറും. Situation will change. എൻകൗണ്ടർ ആണ് ഒരു വ്യക്തിയെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. The fire of God is preparing to the building the kingdom of God. എൻകൗണ്ടർ നടക്കുന്നത് ആ കരയുന്ന സമയത്താണ്. നിന്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമഘട്ടമുണ്ടല്ലോ, whatever the problems you are undergoing, whatever the problems you are facing, yes, അതേ സമയത്താണ് എൻകൗണ്ടർ വെളിപ്പെടുന്നത്. the same during that situation, സമയത്തല്ല, encounter will happen from the heaven. എല്ലാവരോടും കൂടെ ഇരുന്ന് ആഘോഷിക്കുന്ന സമയത്തല്ല. It is not that I always enjoying, not during that time. യാക്കോബ് കടലിന്റെ അകത്ത് നിൽക്കുമ്പോ എല്ലാവരെയും ഉപേക്ഷിച്ച് നിൽക്കുക. When Jacob stood near the storm and sea, everything was rejected. ആർക്കും അവരെ മനസ്സിലാക്കാത്ത, no one could understand the situation. പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല. No one is understanding. ആർക്കും മനസ്സിലാകുന്നില്ല. No one is understanding. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, the Holy Spirit is saying right now, പരിശുദ്ധാത്മാവിന് മനസ്സിലാകുന്ന ചിലർ ഇതിന്റെ അകത്തുണ്ട്. one who's under the Holy Spirit's understanding, you are all seated here in the midst. മനുഷ്യന് നിന്നെ മനസ്സിലാകത്തില്ലായിരിക്കാം,
human being will not understand. People പക്ഷെ will not ദൈവത്തിന് ഇതിനെ understand. മനസ്സിലാകും. But God will understand. ദൈവത്തിന് ഇതിനെ മനസ്സിലാകും. God will understand. ദൈവത്തിന് ഇതിനെ God മനസ്സിലാകും. will understand. ദൈവത്തിന് ഇതിനെ God മനസ്സിലാകും. will understand. ഇപ്പൊ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന 3 മക്കളെ ഒന്ന് കരമടിച്ച് ഇതാണ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ. ഒരു വ്യക്തി വീട് പോയെന്നറിഞ്ഞാൽ മിണ്ടാതിരിക്കുകയല്ല, ഓടിച്ചത് എന്ത് ചെയ്യാൻ പറ്റുമോ? ഇതാ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ. ഇങ്ങനെയാ ചിലർ ഇതുവരേക്ക് എത്തിയത് കേട്ടോ. റീഗസ് ഒറ്റയ്ക്ക് നടന്നതല്ല, ഒരു സൈന്യത്തിന്റെ പുറകെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആകുന്ന ഒരു സൈന്യം, ഒരു ഗിഫ്റ്റാണ് എന്നെ ഈ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. Whatever is expecting more than that God is doing, He's following you. എന്റെ കൈ കിട്ടിയവരെല്ലാരും ഉപേക്ഷിച്ചവരെ കൈ കിട്ടിയുള്ളൂ. Overall in my hand, they are all rejected people. കാരണം ഞാൻ ഒരുപാട് എടുത്ത് റിജക്റ്റ് ആയിട്ടുണ്ട്. Even because I was rejected. ഞാൻ ഒരുപാട് എടുത്ത് ഉടയപ്പെട്ടിട്ടുണ്ട്. I am rejected. I am struggled. മിനിസ്ട്രിക്ക് വേണ്ടി വല്ലാത്ത വേദന ഞാൻ അനുഭവിച്ചു. I have struggled not for the ministry. സഭയ്ക്കകത്ത് നിന്ന് വിഷയങ്ങൾ പൊങ്ങി വരുമ്പോ Whatever rising from the church. നിങ്ങൾക്കറിയാമോ എന്റെ കൂടെ നിന്നത് എന്റെ അമ്മായി അമ്മയാണ്. You know that who stood with me? My mother-in-law. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എല്ലാരും കുറ്റം പറഞ്ഞപ്പോ All told like they insulted me. എല്ലാരും മാറ്റി നിർത്തിയപ്പോ Overall rejected me. അമ്മ വന്ന് പറഞ്ഞു And my mother-in-law തൊടരുത്. don't എന്റെ സ്വന്തം അമ്മയല്ല, ഹസ്ബൻഡിന്റെ അമ്മ വന്ന് പറഞ്ഞു അവളെ തൊടരുത്, touch her. അവളെ ശകാരിക്കരുത്, അവൾ പെറുക്കിക്കൊള്ളട്ടെ, അവൾ ദൈവരാജ്യത്തിന്റെ അകത്ത് നിന്നോട്ടെ. അത്ര ദൈവസാന്നിധ്യമൊന്നും ഇല്ലെങ്കില്, അത്ര ദൈവത്തിന്റെ മഹത്വമൊന്നും ഇല്ലെങ്കില് ആ പ്രിയ മാതാവ് എനിക്ക് അനുഗ്രഹമാണ്. Blessing and anointing to move with the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്തുകൊണ്ട് പാലോട് വില്ലേജിന്റെ അകത്ത് എന്നെ അയച്ചു എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. In the village of Palu, they want to ask something. അവിടെയാണ് എന്റെ ബോസ് ഇരിക്കുന്നത്. There only my boss. അവിടെയാണ് എന്റെ അമ്മ ഇരിക്കുന്നത്. There only my mother. അവിടെയാണ് എന്റെ പപ്പ ഇരിക്കുന്നത്. There only my father. അതുകൊണ്ട് എന്നെ അങ്ങോട്ട് അയച്ചത്. That's the reason God has taken me there. ഫോറസ്റ്റിന്റെ അകത്ത് എന്ന് പറഞ്ഞ ഒരുപാട് കരഞ്ഞൊരു വ്യക്തിയായിരുന്നു ഞാൻ. In the field of powers, I am the one cried so much. സിറ്റിയിലാണ് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ I was in the city. യൂട്യൂബും ഉണ്ടാകത്തില്ല, സൈന്യം ഉണ്ടാകത്തില്ല, കൂട്ടുകാരും ഉണ്ടാകത്തില്ല, ഒന്നും നടക്കത്തില്ലായിരുന്നു. ഒന്നുമില്ലാതെ കൈയിട്ട് കാലിട്ട് അടിച്ചപ്പോ കർത്താവ് പറഞ്ഞു ഞാൻ കൂടെ വരാം, ഞാൻ കൂടെ വരാം, നീ ഒറ്റയ്ക്ക് നിന്നാ മതി, ഒരു സൈന്യത്തെ ഞാൻ തരാം, ഒരു തലമുറയെ ഞാൻ തരാം, ഒരു കൂട്ടം സഹോദരിമാരെ ഞാൻ നിനക്ക് തരാം. Army. ഹല്ലേലൂയ. Hallelujah. രൂത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും The അറിയാമല്ലോ. history of Ruth. രൂത്തിന്റെ ജീവിതത്തിന്റെ അകത്ത് പെട്ടെന്ന് ഒരു വലിയ വിഷയം വരികയാ. There is one reason the problems rise from Ruth's life. തനിക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വേദന. She couldn't. ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, Now Holy Spirit is intervening. നിന്റെ ജീവിതത്തിന്റെ അകത്ത് സഹിക്കാൻ കഴിയാത്ത വേദന വരുന്നു. Whatever you are undergoing the situation today. തുള്ളിച്ചാടുന്ന രീതിയിലൊരു ഭാവി കാല ഒരു ഫ്യൂച്ചർ വരുന്നുണ്ട്. തുള്ളിച്ചാടുന്ന രീതിയിൽ, ഉഷസിങ്കൽ ആനന്ദ ഘോഷമാണ്. If you believe, you receive such a blessing, such a happiness, such a joy. ഡാൻസ് കളിക്കാൻ റെഡിയാണോ? You are ready to dance? ഈ പ്രായത്തിൽ കളിക്കാൻ Yes, പറ്റുമോ? I am ready. We are ready to dance. ഹല്ലേലൂയ. Hallelujah. ഡാൻസ് കളിക്കാൻ പോവാ. റെഡിയാണോ? 2026 എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കാൻ റെഡി ആയിട്ടുള്ള ദൈവത്തിന് വേണ്ടി ദർശനം ചെയ്യുന്ന സമയമാണ്. ആനന്ദത്തോടെ ആടും കാലുകളെ